എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കൊമ്പടി അടുത്ത് കാടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ ജന്മസ്ഥലം കൂടെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഏക്കർ കണക്കിന് നമുക്ക് ചെത്തുമല്ലി കൃഷിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മഞ്ഞയും ചുവപ്പും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ സമയത്ത് ചെറു പ്രായമായിരുന്നു ഇതിൻ്റെ. ആ വീഡിയോ കൂടെ ഇതിനകത്ത് കാണിച്ചു തരാം. ഇപ്പം ശരിക്കും നന്നായിട്ട് എന്താ പറയുക വിടർന്ന് നമ്മൾ ഓണത്തിന് പൂക്കളിടാനുള്ള സെറ്റപ്പിൽ ആയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ 1 കിലോ 100 രൂപയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പൂ വാങ്ങിച്ചായിരുന്നു. എന്നിട്ടാണ് ഇതിനകത്തേക്ക് കയറിയത്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ കണ്ണിനൊക്കെ ഇത് കാണുന്ന തന്നെ ഒരു കുളിർമയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു നാട്ടിൽ എന്താ പറയുക ഇത്രയും അടുത്ത് ഇത്രയും വലിയൊരു കൃഷി നമ്മൾ തമിഴ്നാട്ടിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഇത് കാണുന്നത് ഭയങ്കര ഒരു കണ്ണിനൊക്കെ കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു തോട്ടം ഇതിനകത്തൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് ഇവിടെ ഒരുപാട് പേര് വരുന്നവരും പോകുന്നവരൊക്കെ ഈ വഴി കൂടെ പോകുന്നവരും കേട്ടറിഞ്ഞ് വരുന്നവരും എല്ലാം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്, പൂക്കൾ വാങ്ങിക്കുന്നുണ്ട്. ഇത് ചാലക്കുടിയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ. ഇവിടേക്ക് എത്താനും എളുപ്പമാണ്. ഇത്രയും ഉണ്ട്. പിന്നെ അതൊരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് പോലെ അടുത്ത തട്ട് പോലെയാണ് ഇവിടെ മൊത്തം. അതും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എത്ര ഏക്കർ ഉണ്ട് മൊത്തം എന്ന് അറിയില്ല, അത് ചോദിക്കണം. പക്ഷേ നല്ല ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് സ്റ്റെപ്പിലേക്കും കൂടി ഒന്ന് ഇറങ്ങിയിട്ട് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങി. ഇനി നമുക്ക് മുകളിലത്തെ വ്യൂ കാണിച്ചു തരാം. അതുപോലെ ഇവിടേക്ക് മൊത്തം നമുക്കൊന്ന് കവർ ചെയ്ത് അങ്ങനെ നടന്ന് കാണാം. ഇവിടെ കുറച്ച് പേര് പാകമായിട്ടുള്ള പൂക്കളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്, പറിക്കുകയും പാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 1-2 പേരുണ്ട് ഇപ്പം തന്നെ ഇതിനകത്ത്. പിന്നെയും കുറച്ച് ആൾക്കാർ അവിടെ പുറത്ത് നിൽപ്പുണ്ട്. വലിയ കൊട്ടകളിലൊക്കെ ആക്കിയിട്ട് പാകമായിട്ടുള്ള പൂക്കളൊക്കെ എടുത്ത് ശേഖരിക്കുന്നത് നമുക്ക് കാണാം. ോ അതിൻ്റെ മേലും ബാക്കി തോട്ടങ്ങളൊക്കെ നമ്മൾ വന്ന് 2 സെക്ഷൻ അല്ലാണ്ട് അത് വേറൊരു സെക്ഷനാണ്. അവിടെയും ഒരു ചേട്ടൻ അവിടെ വിൽക്കുന്നതാണ്. ഇത് ഒരുപാട് ഏക്കർ ഉണ്ട് കേട്ടോ. ഇത് അവിടെ ചാക്കിലാക്കി ഇതാക്കണ്ടോ പൂക്കളൊക്കെ പാക്ക് ചെയ്ത് ഇതിനകത്തുനിന്ന് പറിച്ച് ചാക്കിലാക്കി കൊണ്ടുവന്ന് കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാനായിട്ട് അവർക്ക് പറ്റും. നല്ലൊരു ഐഡിയ ആണ് എന്തായാലും. പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം കാണാമെന്ന് പറയുന്നത് അതൊരു അത്ഭുതം തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു ഓണക്കാലത്ത് ഈ മഞ്ഞയും ചുവപ്പും അത്രയും നമ്മുടെ കണ്ണിൽ അട്രാക്റ്റ് ചെയ്യുന്ന കളറും കൂടെയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഇതിൻ്റെ ഇലയുടെ പച്ചപ്പും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. എന്തായിരുന്നു റൈസ് മില്ലിൻ്റെ അവിടെ വേറെ ഇട്ടുണ്ടെന്നില്ല. ഇത് തന്നെ 3 ഏക്കർ ഉണ്ട്. റൈസ് മില്ലിൻ്റെ അവിടെ വേറെ കുറച്ച് നോക്കാം. അതിൻ്റെ മുകളിലേക്ക് കയറി നോക്കാം. നമ്മൾ മുകളിലേക്ക് കയറിയിട്ടുള്ള ഒരു സെക്ഷനാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ
ഇത്രയും വിശാലമായിട്ടത് കിടക്കണ കാണാം. നല്ല ഭംഗിയുണ്ട്. ഇനിയും മുകളിലേക്ക് ഉണ്ട്, അവിടേക്ക് കൂടി കയറാം. ഏറ്റവും ടോപ്പിലുള്ള ഒരു സെക്ഷനിലെത്തി. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ നിന്ന് ഫുള്ളൊരു ഏരിയ, പിന്നെ ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ അതാ നമ്മൾ നേരത്തെ കടന്നു വന്ന ഏരിയ മൊത്തം കാണാൻ പറ്റും. സൂപ്പറായിട്ടുള്ളൊരു സ്വർഗതുല്യമായിട്ടുള്ളൊരു അന്തരീക്ഷം. നമ്മൾ ഏതാണ്ട് സ്വർഗത്തിലെത്തിയെന്നുള്ളൊരു പോലെയാണ് ഇപ്പം. ഉണ്ടോ? പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് വാട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം പമ്പ് ചെയ്യാനുള്ള പൈപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളി സെറ്റപ്പ്. നമ്മൾ പൂവൊക്കെ ഇത് മേടിക്കുന്ന സ്ഥലം അവിടെയാണ്. നമ്മൾ ആദ്യമേ വാങ്ങിച്ചായിരുന്നു അവിടുന്ന്. അപ്പോൾ കൊട്ടകളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മഴയാകുമ്പോൾ അത് ചീഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് തന്നെ ഇവർ പാകത്തിനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ അവിടെ വിലയും റീസണബിളാണ്. നിങ്ങളുടെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും 100,000 ഓണാശംസകൾ.